ഇന്നത്തെ ഇന്നത്തെ വീഡിയോ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുകയാണ്. സാമ്പാർ ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങൾ ഇത് നമ്മൾ പരിപ്പ്, വഴുതനങ്ങ, ക്യാരറ്റ്, മുരിങ്ങയ്ക്ക ഉണ്ട്, വെള്ളരിയുണ്ട്. ഇത് നമ്മൾ വേവിക്കുകയാണ്. ഇനി പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ, പിന്നെ വേവിക്കാനുള്ള തക്കാളി, വെണ്ടയ്ക്ക. പിന്നെ ഇത് നമ്മൾ വറുത്തെടുക്കാനാണ്. മുളക്, കരിവേപ്പില, ഇത് പുളി പിഴിഞ്ഞൊഴിക്കാം, പിന്നെ ചെറിയ ഉള്ളി. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ പ്രഷർ കുക്കറിലിട്ട് നമ്മളിപ്പം ഇത്രയും വേവിക്കാൻ പോവാണേ. കഷ്ണങ്ങളെല്ലാം ഇട്ട് നമുക്ക് അതിൻ്റെ അകത്ത് മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിട്ട് നമ്മൾ വേവിക്കുകയാണ്. വേവിക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങ വറുക്കാം. പിന്നെ ഇത് തക്കാളിയും മുരിങ്ങക്കായും വെണ്ടയ്ക്കായൊക്കെ നമ്മൾ ഇത് വെന്ത് കഴിയുമ്പോൾ ഇട്ടാൽ മതി, അല്ലെങ്കിൽ അലുത്ത് പോകും. അതുകൊണ്ടാണ് 1 സ്പൂണ് ഉപ്പും കൂടെ ഇടാം. ഒരു സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് വേവിക്കുകയാണ്. തേങ്ങ വറുക്കാൻ പോവാണ്. നമ്മളത് തേങ്ങ ഇട്ടു. ഇനി തേങ്ങ വറുത്ത് നമ്മളതിൻ്റെ കൂടെ തേങ്ങ വറുത്തരയ്ക്കുക. അതിൻ്റെ കൂടെ മുളക് ചേർക്കണം, പിന്നെ കരിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി, ഇത്രയും കൂടെ ചേർത്ത് വറുക്കുക. നമ്മൾ ചേർത്ത് വറുത്തെടുക്കണം. നമ്മളിവിടെ പറിച്ച വഴുതനങ്ങ, മുരിങ്ങയൊക്കെ ഇവിടെ പറിച്ചതാണ്. ഇപ്പം എല്ലാം ഇവിടെ ഉണ്ടായതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടായിരുന്നല്ലോ, അതിൻ്റെ അകത്തുണ്ട്. അപ്പം മുരിങ്ങക്കായും വഴുതനയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് ഇനിയിപ്പോൾ ഇത് നമ്മൾ വറുത്ത് കോരിയിട്ട് നമ്മൾ അരയ്ക്കുക. അപ്പം മുഴുവൻ മല്ലിയില്ല, നമ്മൾ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് ഉലുവായും കൂടെ ചേർക്കുകയാണ്. കുറച്ച് 1/2 സ്പൂണ് ഉലുവായും കൂടെ ചേർക്കുക. സാമ്പാർ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. ഞാൻ സാമ്പാർ പൊടി ചേർക്കാറില്ല. അപ്പോൾ ഇവിടുത്തെ എല്ലാം ഇങ്ങനെ നമ്മൾ സാമ്പാർ പൊടി ചേർക്കാതെ വറുത്തരച്ചാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇത് വറുത്തിട്ടുണ്ട്. ഇനി ഈ പരുവത്തിലാണ് എടുക്കേണ്ടത്. നമ്മൾ തണുത്തിട്ട് നമ്മൾ ബാക്കി അത് അരച്ചെടുക്കണം. തണുക്കാൻ വയ്ക്കുകയാണ്. നമ്മൾ തണുക്കാതെ മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ മിക്സി കേടായിപ്പോവും. അതുകൊണ്ട് നമുക്കൊന്ന് തണുത്തിട്ട് അരയ്ക്കാം. ഇപ്പം തണുത്തിട്ടുണ്ട്. നമുക്കിനി മിക്സി ഒന്ന് അരച്ചെടുക്കാവേ. അരച്ചെടുത്ത് നമ്മൾ ചേർക്കുകയാണ്. ഇനി പ്രഷർ കുക്കർ തുറന്ന് നോക്കട്ടെ. കഷ്ണങ്ങൾ വെന്തു, എല്ലാം ഉടഞ്ഞ് കഷ്ണങ്ങൾ നല്ല വെന്തു. ഇനിയിപ്പോൾ നമ്മൾ വെണ്ടയ്ക്കായും തക്കാളിയൊക്കെ ഇനി ചേർക്കുകയാണ്. ഇപ്പോഴാണ് മുരിങ്ങയ്ക്കായും തക്കാളിയും വെണ്ടയ്ക്കായൊക്കെ ഇട്ടത്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കായം കൂടെ ചേർക്കാം. കായം കൂടെ ചേർത്തൊന്ന് തിളപ്പിക്കാം. കായം കൂടെ ചേർത്ത് നമുക്കത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. നിങ്ങൾക്ക് ഓരോ വീഡിയോ ഇടാം. നിങ്ങളതൊന്ന് കാണണം. കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ട് ലൈക്കൊക്കെ ചെയ്തല്ലോ അല്ലേ? എന്നെ സപ്പോർട്ട് ചെയ്യണേ. പോലെ ഓരോ വീഡിയോകളും ഞാൻ ചെയ്യാം. ഇന്നിപ്പോൾ സാമ്പാർ, നാളെ അടുത്ത വീഡിയോ ഇടുവേ, കാണണേ. ഇപ്പം തിളച്ചിട്ടുണ്ട്, വെണ്ടയ്ക്കൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി പുളിവെള്ളം ഒഴിക്കാവേ. പുളിവെള്ളം കുറച്ച് മതി. എന്ന് വെച്ചാൽ തക്കാളി ഉണ്ടല്ലോ, അപ്പോൾ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ പുളിയാകും. പിന്നെ കായം കൂടെ ഇടുന്നതുകൊണ്ട് ഗ്യാസ് ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു. ഇനി അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് അരപ്പിടാം. അതിന് തിളച്ചിട്ടുണ്ട്. നമ്മളിനി അരപ്പിടുകയാണേ. നമുക്ക് അരപ്പിടാം. അരപ്പിട്ടു.
ഇനി അതൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അരപ്പൊക്കെ ഒന്ന് പിടിക്കണം. അരപ്പൊക്കെ ഒന്ന് പിടിച്ച് തിളച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കണം. ഒന്ന് തിളയ്ക്കട്ടെ. നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കാം. അതായിരിക്കും നല്ലത്. നമുക്ക് അടപ്പ് മാറ്റി നോക്കാം. നല്ല തിളച്ചിട്ടുണ്ട്. അത് ഈ കടുക് പൊട്ടിച്ച് വെച്ചാൽ മതി. എല്ലാം വെന്തു. ഉപ്പൊക്കെ പാകത്തിനാണ്. നല്ല ടേസ്റ്റോട് കൂടിയുള്ള സാമ്പാർ. നമ്മൾ സാമ്പാറൊക്കെ പൊടിയാണ് പൊടിക്കുന്നതല്ല. കടയിൽ നിന്ന് സാമ്പാർ മേടിക്കാറില്ല. സാമ്പാർ പൊടി നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഇനി ഉള്ളിയും കടുകൊക്കെ ഇട്ട് കടുക് പൊട്ടിച്ചെടുക്കുകയാണ്. ഉള്ളി ഇടുക. നമുക്ക് അതിൻ്റെ കൂടെ 2-3 വറ്റമുളകും കൂടെ ഇടും. വറ്റമുളകും കൂടെ ഇട്ട് കടുക് പൊട്ടിച്ച് വയ്ക്കാം. നല്ല മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് കടുകിടാം. അതുപോലെ ഒന്ന് മൂക്കട്ടെ. എൻ്റെ ചാനലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ വീഡിയോകൾ ഇടുവേ, അത് കാണണേ നിങ്ങൾ. കടുകിടുകയാണേ. കടുകിട്ടു. ഇനി അത് ഒന്ന് മൂക്കട്ടെ, പൊട്ടും. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇടുകയാണ്. മല്ലിയിലയും കൂടെ ഇടുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലാണ്. സാമ്പാറിലേക്ക് കടുക്. നല്ലൊരു സാമ്പാർ, നല്ല സാമ്പാർ ഉണ്ടല്ലോ അല്ലേ? നല്ല ടേസ്റ്റോട് കൂടിയുള്ള സാമ്പാറാണ്. നിങ്ങളത് വെച്ച് കഴിക്കണം കേട്ടോ. നിങ്ങൾ വെച്ച് കഴിച്ചിട്ട് കമൻറ്റ് ചെയ്യണേ. ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാവേ.